ഓഷോയുടെ ഒരു കഥയുണ്ട്. വടക്കേ ഇന്ത്യയിലെ ഒരു ഗ്രാമം, വളരെ ആദിവാസി ഗ്രാമമാണ്. അവിടെ ഒരു പാസ്റ്റർ വന്നിട്ട് ആദിവാസികളൊക്കെ വിളിച്ചിരുത്തിയിട്ട് 2 വിഗ്രഹങ്ങൾ എടുത്തു. ഒന്ന് യേശുദേവൻ്റെ പ്രതിമ, 2 ശ്രീകൃഷ്ണൻ്റെ പ്രതിമ. പറഞ്ഞു, ഇത് കർത്താവായ യേശു, ഇത് നിങ്ങളുടെ കൃഷ്ണൻ, ഞാനൊരു വിദ്യ കാണിക്കാം എന്ന് പറഞ്ഞ് ഈ 2 വിഗ്രഹങ്ങളും വെള്ളത്തിലേക്കിട്ടു. ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം താഴ്ന്നു പോയി, യേശുദേവൻ്റെ വിഗ്രഹം വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. കടലിന് മീതെ നടന്ന യേശുദേവൻ ഇപ്പോഴും ആ സത്യം വെളിവാക്കിയിരിക്കുന്നു പറഞ്ഞു. ആദിവാസികളൊക്കെ അത്ഭുതത്തോടെ കൈയടിച്ചു. ഓഷോ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആ 2 വിഗ്രഹം എൻ്റെ തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞു, കുറച്ച് വിറക് കൂട്ടി തീയിടാൻ പറഞ്ഞു. എന്നിട്ട് ഈ 2 വിഗ്രഹങ്ങളും വെള്ളം ആണ് ഇവിടെ ഉപയോഗിച്ച് അദ്ദേഹം തീയിലേക്കിട്ടു. യേശുദേവൻ്റെ വിഗ്രഹം കത്തിപ്പോയി, ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തിനൊന്നും പറ്റിയില്ല. കാരണം ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം കല്ലായിരുന്നു, മറ്റത് മരമായിരുന്നു, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമല്ലോ. ഇതാണ് ഉത്തരേന്ത്യയിൽ നടക്കുന്ന, പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന മതപരിവർത്തനത്തിൻ്റെ പിന്നിലുള്ള, ആസൂത്രിത മതപരിവർത്തനത്തിൻ്റെ പിന്നിലുള്ള ഒരു ലോജിക്ക്, ഒരു യുക്തി, ഒരു തന്ത്രം. ഇത് പാവപ്പെട്ട നിരക്ഷരായ നിസ്സഹായരായ ആദിവാസികൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. അവരുടെ മുന്നിൽ രണ്ട് രൂപങ്ങൾ, ഒന്ന് വെള്ളത്തിൽ ഇടുമ്പോൾ ഒന്ന് താഴ്ന്നു പോകുന്നു, ഒന്ന് പൊങ്ങിക്കിടക്കുന്നു. ഇങ്ങനെയൊക്കെ മതപരിവർത്തനം നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്ന് എൻ്റെയോ രാമേന്ദ്രൻ സാറിൻ്റെ അഭിപ്രായമില്ല, ഓഷോ പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ കഥ ഇപ്പോൾ ഓർക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ഈ കന്യാസ്ത്രീ വിവാദം ചർച്ച ചെയ്യുകയാണല്ലോ. പക്ഷേ ഇന്നിപ്പോൾ അത് NIA കോടതി പരിഗണിക്കണം എന്നൊക്കെ പറയുന്നു. ആ ഓർഡറൊന്നും പുറത്തു വന്നിട്ടില്ല, ചാനലുകാർ വ്യത്യസ്തമായി പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ടർ TV എന്ന് പറയുന്ന ചാനൽ പറയുന്നത് BJP, കേരള BJP പ്രതിസന്ധിയിലായി. അനൂപ് ആന്റണിയും രാജീവ് ചന്ദ്രശേഖറും വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, പ്രധാനമന്ത്രി ഇനി ഇടപെടേണ്ടി വരും. പ്രധാനമന്ത്രി ഇടപെട്ടാൽ തന്നെ കോടതിയില്ലേ, കോടതിയിൽ പ്രധാനമന്ത്രിയുടെ ഇച്ഛ അനുസരിച്ചാണോ കോടതി തീരുമാനം കൽപ്പിക്കുന്നത്? അപ്പോൾ ഞാൻ നോക്കുന്നത്, ഒരു മജിസ്ട്രേറ്റ് കോടതിയിലെത്തി, സെഷൻസ് കോടതിയിൽ വന്നു, അവിടുന്ന് NIA കോടതിയിൽ വിടാൻ, ആദ്യം ഹൈക്കോടതി എന്ന് ഇവർ പറഞ്ഞ് NIA കോടതിയിലേക്ക് വിടുന്നു. അതിൻ്റെ സാങ്കേതികത്വം എനിക്ക് മനസ്സിലായില്ല. സാധാരണ സെഷൻസ് കോടതി തന്നെയാണ് NIA കോടതിയുടെ റാങ്കും സെഷൻസ് കോടതിയുടെ റാങ്കും. അതാ ബജ്രംഗ് ദളിന്റെ അഭിഭാഷകൻ സംസാരിക്കുന്ന ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, സെഷൻസ് കോടതിക്ക് ഈ മനുഷ്യക്കടത്ത് കേസിൽ അതാണ്, അത് ഒരു ഷെഡ്യൂൾഡ് ഓഫൻസ് ആയിരിക്കണം. അത് ചിലപ്പോൾ NIA കോടതിക്ക് മാത്രമേ, കാരണം അതിനകത്തൊരു തീവ്രവാദ സ്വഭാവമൊക്കെ, അതിൻ്റെയൊക്കെ ലാഞ്ചനം ഉള്ളത് കൊണ്ടായിരിക്കാം, ആ ഷെഡ്യൂൾഡ് ഒഫൻസ് ആയതുകൊണ്ടായിരിക്കാം സെഷൻസ് കോടതിയിലേക്ക് പോകുന്നത്. ഏതായാലും അതിൻ്റെ ആധികാരികത, ഒരു സംശയം, അതിൻ്റെ ഓർഡർ കിട്ടിയാലേ നമുക്ക് ആ സംശയ ദൂരീകരണം നടക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ, അതായത് ഈ ഛത്തീസ്ഗഡിൽ 32 MLA മാർ പ്രതിഷേധത്തിനുണ്ട്. ഇന്നിപ്പോൾ കേരളത്തിലെ ചില കക്ഷികൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. പക്ഷേ ഛത്തീസ്ഗഡിലെ പ്രതിപക്ഷ MLA മാർക്ക് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്താൻ തോന്നുന്നില്ല? ഒരൊറ്റ MLA പ്രതിഷേധിച്ചിട്ടില്ല. ഞാൻ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷൻ്റെ ഫേസ്ബുക്കിൽ കയറി നോക്കി. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് എന്ന് മിണ്ടിയിട്ടില്ല, ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്കാർക്ക് പോലും ഈ കന്യാസ്ത്രീകളെ വേണ്ട. ഇന്ന് രാവിലെ KC വേണുഗോപാൽ ഈ വിഷയം ലോക്സഭയിൽ സംസാരിക്കുന്നത് കണ്ടു. നന്നായിട്ടൊന്നും അവതരിപ്പിച്ചില്ല, സ്വാഭാവികം. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നാകണം എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥത, സത്യസന്ധത വേണം. ഒരു അവതരിപ്പിക്കുന്ന വിഷയം സത്യസന്ധമാകണമല്ലോ. ഞാൻ ആലോചിച്ചു, ഇവർക്ക് ഒരു നല്ല വക്കീലിനെ ഈ കന്യാസ്ത്രീമാർക്കൊക്കെ ഈ കോൺഗ്രസ്സുകാർക്ക് കപിൽ സിബലിനെയോ ഒക്കെ വെച്ചു കൊടുത്തുകൂടായിരുന്നു? ആ കശ്മീരിലെങ്ങാണ്ട് കപിൽ സിബൽ, പക്ഷേ എത്ര കേസ് ജയിച്ചിട്ടുണ്ട്, സ്റ്റേ കിട്ടും. സ്റ്റേക്ക് അപ്പുറത്ത് സക്സസ് റെക്കോർഡ് കപിൽ സിബലിന്റെ ഏത് കോടതി ആദ്യം കൊടുക്കും. അതെ. അപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ എങ്ങാണ്ട് 10-28 കുടുംബങ്ങളെ ഏറ്റെടുക്കുന്നു കശ്മീരിന്. ഈ കന്യാസ്ത്രീമാരുടെ ഏറ്റെടുത്തുകൂടെ? നല്ല വക്കീലിനെയൊക്കെ വെച്ചു കൊടുത്തുകൂടെ? കന്യാസ്ത്രീമാരുടെ ജാമ്യം ആദ്യം തള്ളിയതിനെ പറ്റി വായിച്ചപ്പോ അതിന്റെ വക്കാലത്തിൽ 2 കന്യാസ്ത്രീമാർ ഒപ്പിട്ടിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്താ ധരിക്കേണ്ടത്? കന്യാസ്ത്രീമാർ ജയിലിൽ കിടക്കണം എന്നാണോ സഭ ആഗ്രഹിക്കുന്നത്? അതുകൊണ്ടാണല്ലോ വക്കാലത്തിൽ ഒപ്പിടാതിരിക്കുന്നത്. ജയിലിൽ കിടന്നാൽ എന്താ ഗുണം? പുറത്ത് രാഷ്ട്രീയം കളിക്കാൻ. പുറത്ത് കേരളത്തിൽ മാത്രം അതത്രേ ഉള്ളൂ. അല്ലാതെ വേറെ എവിടെയാണ് ഇത്? 1% ഒരിടത്തും വാർത്തയല്ല ഇത്. അങ്ങനെയൊന്നുമില്ല. മാത്രമല്ല, ബജ്രംഗ് ദളിന്റെ കൂടെ നിൽക്കണം ഈ ഛത്തീസ്ഗഡ് സർക്കാർ. അവിടുത്തെ ബജ്രംഗ് ദളാണല്ലോ
ഇതിലിടപെട്ടിരിക്കുന്നത്. അവർ വക്കീലിനെയൊക്കെ വെച്ചിട്ടുണ്ട്. കേരളത്തിലെ BJPയുടെ കൂടെ നിൽക്കണം. അവിടെ നടന്നൊരു സംഭവം കോടതിയിൽ എത്തിയിരിക്കുന്നു. ഇനി കോടതിയാണ് നിയമത്തിന്റെ വഴി നിയമപരമായിട്ട് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഇന്ത്യൻ പ്രസിഡന്റിന് പോലും ഇനി ഒന്നും ചെയ്യാനില്ല. പിന്നെ ആകെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതിയിൽ ഈ കേസ് വരുമ്പോ എതിർക്കരുതെന്ന്. അതൊരു ജുഡീഷ്യൽ പ്രോസസ്സിൽ ഇടപെടലല്ലേ? അതെ, അങ്ങനെ എതിർക്കരുതെന്ന് പറഞ്ഞാൽ തന്നെയും കോടതിക്ക് ആ FIR നോക്കിയത് എങ്ങനെയാണ്, എന്തൊക്കെ. അവിടെ ഒരു വേറെ പ്രശ്നമുണ്ട്. എതിർക്കരുതെന്ന് പറയുന്നത് BJP സർക്കാരിന്റെ അഭിഭാഷകൻ എതിർക്കരുത്. അതെ, അതിന് BJP തെരുവിൽ തെറി പറഞ്ഞിട്ടാണോ ആവശ്യപ്പെടുന്നത്? അല്ല, അവിടെ ഞാൻ പറഞ്ഞല്ലോ, ബജ്രംഗ് ദളിന്റെ മറ്റേ പൊട്ടൊക്കെ തൊട്ട അഭിഭാഷകൻ നിന്നും ഞാൻ നോക്കിയപ്പോ ഈ ബജ്രംഗ് ദളിന്റെ അഭിഭാഷകൻ അവിടെ ദുർഗ് കോടതിയിൽ ചാനലുകൾക്ക് മുമ്പിൽ സംസാരിക്കുന്നു നമുക്ക് തോന്നുമെങ്കിലും കേരളത്തിൽ നിന്നുള്ള മൈക്കുകളേ ഉള്ളൂ. അതെ, കേരളത്തിൽ നിന്നുള്ള മൈക്കുകൾ മാത്രമേ ഉള്ളൂ. അല്ല, അയാൾ പറയുന്നുണ്ട് ഞങ്ങൾ സുപ്രീം കോടതി വരെ പോകുന്നു, ജാമ്യം കിട്ടിയാലും ഞങ്ങൾ സുപ്രീം കോടതി പോകും. അതെ, കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ തന്നെ കാണിച്ച ഒരു വീഡിയോ, റിപ്പോർട്ടറോ 24 മറ്റോ കാണിച്ച വീഡിയോ, ആ വനവാസി പെൺകുട്ടി പറയുന്നുണ്ട്, ഞങ്ങള് 5 കൊല്ലം മുമ്പ് വരെ ഗുണദേവനെ ആണ് പ്രാർത്ഥിച്ചിരുന്നത്. 5 കൊല്ലത്തിന് മുമ്പാണ് ഞങ്ങൾ യേശുവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് എന്ന് പറയുമ്പോൾ 5 കൊല്ലം മുമ്പ് മതം മാറിയിട്ടുണ്ട്, മതം മാറ്റം നടന്നിട്ടുണ്ട്. അപ്പൊ 5 കൊല്ലം മുമ്പ് ബസ്തറിൽ എങ്ങനെ മതം മാറ്റം നടന്നു? അല്ല, ഛത്തീസ്ഗഡിലെ മത പരിവർത്തന നിയമം എന്ന് പറഞ്ഞാൽ അതിനൊരു മതം മാറാൻ ആഗ്രഹിക്കുന്ന ആൾ ഒരു അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് കൊടുത്ത് 60 മാസം മുമ്പ് കൊടുക്കണം. 3 മാസം മുമ്പോ 60 ദിവസം മുമ്പോ കൊടുക്കണം. ഇങ്ങനൊരു പ്രോസസ്സ് വഴി വേണം. അതെ, അങ്ങനത്തെ ഒരു പ്രോസസ്സും ഇവരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നേ. അതിന്റെ തെളിവ് ഇവിടെ. നമ്മളിപ്പം മതം മാറ്റത്തിനെ പറ്റിയില്ലേ, ബാക്കി കാര്യങ്ങൾ നിൽക്കട്ടെ. ഇവരെ കുശിനിപ്പണിക്കോ മറ്റോ ആഗ്രയിൽ കൊണ്ടുപോയായിരുന്നല്ലോ, അത് അവർ പറയുന്നുണ്ട്. കുടുംബം 5 കൊല്ലം മുമ്പ് മതം മാറിയ കാര്യം വീഡിയോയിൽ പെൺകുട്ടി പറയുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? 1968 മുതൽ മതം മാറ്റം നിരോധന നിയമം ഉള്ള സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അതെ, രണ്ടാമത് മതം മാറ്റ നിരോധന നിയമം പാസാക്കിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അന്ന് മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്നു ഛത്തീസ്ഗഡ്. മധ്യപ്രദേശിൽ ഉണ്ടായിരുന്ന നിയമങ്ങളെല്ലാം ഛത്തീസ്ഗഡിലും ബാധകമായി കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നാണ്. എൻ്റെ ഒരു സംശയം അതല്ല സാർ. കാരണം നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന കുറ്റകരമാണ്. ബാലവേല നിരോധിക്കപ്പെട്ട രാജ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ഈ കന്യാസ്ത്രീ വിഷയത്തിൽ നമ്മൾ ചില വളരെ സ്റ്റേണായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മുടെ പ്രേക്ഷകരായ കുറേ ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കാരണം ഞങ്ങളുടെ കന്യാസ്ത്രീകളെക്കുറിച്ച് ഞങ്ങൾക്കെതിരെയായി ABC തനിനിറം കാട്ടി. നമ്മളൊരു തനിനിറം കാട്ടിയില്ല. നമുക്ക് യേശുദേവനിൽ പൂർണ്ണമായ വിശ്വാസവും ബഹുമാനമുള്ള ആളുകളാണ് നമ്മൾ ക്രൈസ്തവ സമൂഹത്തെ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ സ്ഥിതി ഇന്ത്യയിലല്ല, ലോകത്ത് മുഴുവൻ ഏറ്റവും കൂടുതൽ അരക്ഷിതാവസ്ഥയും ആക്രമണവും നേരിടുന്ന സമുദായം ക്രൈസ്തവരാണ്. അവർ ക്രിസ്ത്യൻ കൂട്ടക്കൊലകൾ നടക്കുന്ന ആഫ്രിക്കൻ പശ്ചിമ വിളിച്ചു പറയുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. പറയുന്നത് ദീപിക പത്രം പോലും ചെയ്യാത്തത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പക്ഷേ ഇതിനകത്ത് പ്രശ്നം, രാജ്യത്തെ നിയമങ്ങൾ ക്രൈസ്തവർക്കും ബാധകമാണ്. കാനോനിക നിയമം അല്ല. ശരീഅത്ത് നിയമം ഇവിടെ പാടില്ല എന്ന് പറയുന്നത് പോലെ കാനോനിക നിയമം അതും പാടില്ല. നമുക്ക് ഇന്ത്യൻ നിയമം, ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ബാലവേല കുറ്റകൃത്യമാണ്. മതം മാറ്റം മാറ്റിവെക്കാൻ ഇപ്പം നമ്മുടെ പ്രേക്ഷകരായ ക്രൈസ്തവർ മനസ്സിലാക്കേണ്ടത് ബാലവേല കുറ്റകൃത്യമാണ്. നമ്മുടെ നാട്ടിലെ നിരവധി മഠങ്ങളിൽ, മഠം എന്ന് പറഞ്ഞാൽ നമ്പൂതിരി മഠമൊന്നുമല്ല, മഠം എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീ മഠമാണ്. മഠങ്ങളിൽ ജോലി ചെയ്യുന്ന ഒട്ടേറെ ആളുകൾ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വരെ ഉണ്ട് എന്ന് നമ്മുടെ പ്രേക്ഷകർ നിരന്തരമായി കമൻറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ നാട്ടിലുള്ള കോൺവെൻറ്റിൽ ഒറീസയിൽ നിന്നും ബീഹാറിൽ നിന്നുള്ള കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിയമം മൂലം നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൃത്യം ചെയ്യുന്നത്? കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിന് എന്ത് നീതീകരണം, ഏത് നിയമത്തിൻ്റെ സംരക്ഷണമാണ് ഇവർ ആവശ്യപ്പെടുന്നത്? ഇപ്പോൾ ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ വാർത്ത, അതെ, നമുക്കത് മറ്റു മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തിന് ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നറിയപ്പെടുന്ന ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ നേരത്തെ 2 കന്യാസ്ത്രീകളെ ഇതേപോലെ അറസ്റ്റ് ചെയ്തിരുന്നു. മനുഷ്യക്കടത്തിൻ്റെ പേരിലാണ് 2 കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തത്. ഇത് തൃശ്ശൂർ സെഷൻസ് കോടതി അവരെ കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടു. തെളിവില്ല എന്ന് പറഞ്ഞിട്ട് ഈ കന്യാസ്ത്രീമാരെ വെറുതെ വിട്ടു. ഈ അഡീഷണൽ ജഡ്ജി K. കമനീസ്
ആണ് ഈ കന്യാസ്ത്രീമാരെ വെറുതെ വിട്ടത്. 370 1, 370 2, 370 5 IPC IPC വകുപ്പുകൾ അനുസരിച്ചിട്ടാണ്. പിന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അതിൽ 26-ാം വകുപ്പും ചുമത്തിയിരുന്നു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എങ്ങനെ വന്നു? പ്രായം കുറവായതുകൊണ്ട്. പ്രായം കുറവായ കുട്ടികളായിരുന്നു. അപ്പോൾ 3 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായിട്ട് 2 കന്യാസ്ത്രീകളെ ഒരു സ്ത്രീ യാത്രക്കാരി ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസിൽ കണ്ടു. അവര് റിപ്പോർട്ട് ചെയ്തതനുസരിച്ചിട്ടാണ് പോലീസ് കേസെടുത്തത്. പിണറായിയുടെ പോലീസ്, കേരള പോലീസാണ് ചെയ്തത്. അറസ്റ്റ് ചെയ്തു. അന്ന് സഭ തെരുവിൽ ഇറങ്ങിയില്ല. CPM പ്രതിഷേധിച്ചില്ല, UDF പ്രതിഷേധിച്ചില്ല. ആൻഡ്രൂസ് താഴത്ത് ഇപ്പൊ ബഹളം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആൻഡ്രൂസ് താഴത്ത് പഴയ ബാസ്കറ്റ്ബോൾ കളിക്കാരൻ, ആ ആൻഡ്രൂസ് താഴത്തിന്റെ സ്ഥലത്താണ് ഇത് സംഭവിച്ചത്. തൃശ്ശൂര്. അദ്ദേഹം പുറത്തിറങ്ങിയോ? ഇല്ല. ഈ കേസ് എന്നിട്ട് അത് ഡ്യൂ കോഴ്സിൽ നിയമത്തിന്റെ വഴിക്ക് പോയി അവസാനം തെളിവില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു. അത് തന്നെയല്ലേ ഛത്തീസ്ഗഡിൽ സംഭവിച്ചത്. ഇവര് ഗ്രാമങ്ങളിൽ വീട്ടുജോലിക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വീട്ടുജോലിയൊക്കെ ഉണ്ടാക്കി തരാം. ഇത് തന്നെയാണല്ലോ ഛത്തീസ്ഗഡിലെ പെൺകുട്ടികളോടും പറഞ്ഞിരിക്കുന്നത്. ആഗ്രയില് കുശിനിപ്പണി ചെയ്തു കൊടുക്കാമെന്നാണ്. അപ്പോൾ കോടതി ഇപ്പോൾ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നിർബന്ധിച്ചു കൊണ്ടുവന്നതിന്, ചൂഷണം ചെയ്തതിന്, ലൈംഗിക ചൂഷണം ചെയ്തതിന്, നിർബന്ധമായി തൊഴിലെടുപ്പിച്ചതിനൊന്നും തെളിവില്ല. ഇവരെ ദുരുപയോഗം ചെയ്തതിന് തെളിവില്ല. കന്യാസ്ത്രീമാർ കള്ളം പറഞ്ഞതിന് തെളിവില്ല. ഇവരെ നിർബന്ധിതമായി തടങ്കലിൽ വെച്ചു എന്നുള്ള സാക്ഷിമൊഴികളില്ല. അടിമകളാക്കിയതിന് തെളിവില്ല എന്ന് പറഞ്ഞാണ് വിട്ടിരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അന്വേഷണത്തിൽ ഇതൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണല്ലോ. അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും അറസ്റ്റ് ചെയ്തു, കേസെടുത്തു. മനുഷ്യക്കടത്തായിരുന്നു. കേരളത്തിലും 2 കന്യാസ്ത്രീമാരെ എണ്ണമൊക്കെ കറക്റ്റ് കേരളത്തിലും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ പക്ഷെ അവരെന്ത് ചെയ്തു? ലീഗൽ പ്രോസസ്സിന് വിധേയരായി നിന്നു. ഛത്തീസ്ഗഡിൽ പറ്റില്ല. ഛത്തീസ്ഗഡിൽ ഞങ്ങൾ കോടതി അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ കേസെടുക്കാൻ പാടില്ല. കേരളത്തിൽ ഒരു 2 കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രക്ഷോഭമില്ല, പ്രതിഷേധമില്ല. ആൻഡ്രൂസ് താഴത്തിനില്ല, മാണി തറയലിനില്ല, മറ്റേ റാഫേൽ തട്ടലിനും ഇല്ല, മാണിയുടെ കുഞ്ഞുമോനും ഇല്ല, ഇതൊന്നുമില്ല. ഛത്തീസ്ഗഡില് എന്തെങ്കിലും അത് എന്താ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി കൃത്യമായ വിവരം പോലും ഇല്ലാതെയാണ് ഇവിടെ ബഹളം ഉണ്ടാക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും രാഷ്ട്രീയത്തിൽ കുത്തിത്തിരിപ്പ് സഭയ്ക്ക് ഉണ്ടാക്കാവുന്ന ഏക സ്ഥലം ഇന്ത്യയിൽ കേരളമാണ്. അതുകൊണ്ട് സംഭവിക്കുന്നതായത്. ഛത്തീസ്ഗഡിലൊന്നും പോയാൽ ഒരു പിണ്ണാക്കും രാഷ്ട്രീയത്തിൽ ഈ സഭയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഇതാണ് കേരളത്തിലെ ക്രൈസ്തവർ മനസ്സിലാക്കേണ്ടത്. കന്യാസ്ത്രീകളെ കേരളത്തിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ കടത്തിയത് തന്നെയാണ്. അവരെന്ത് ചെയ്തു? കേരളത്തിലെ സഭയപ്പം ഹിന്ദുവില് ജൂലൈ 29 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിയമപ്രകാരമുള്ള നടപടികൾക്ക് വിധേയരായി അവരെ കുറ്റവിമുക്തരാക്കി. ഇന്നത്തെ മനോരമയുടെ ഓൺലൈനിലും വാർത്ത വന്നിട്ടുണ്ട്. 11 പെൺകുട്ടികളെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഒഡീഷക്കാരൻ കൊണ്ടുവന്നു. ആധാർ കാർഡിൽ പ്രായം തിരുത്തിയിട്ട് കൊണ്ടുവന്നവനെ അറസ്റ്റ് ചെയ്തു. മഠങ്ങളിൽ നിന്ന്, കോട്ടയത്തും തൃശ്ശൂരുമുള്ള മഠങ്ങളിൽ നിന്ന് ഇവരെ കൊണ്ടുപോകാൻ വന്നത് സ്വാഭാവികമായും നമ്പൂതിരി മഠത്തിൽ നിന്നല്ല. മറ്റേ മനോരമ വായിച്ചു കഴിഞ്ഞാൽ ഇത് തൃശ്ശൂര് ബ്രഹ്മസ്വം നടത്തിയുന്ന ആളിൽ നിന്ന്. അതെ, മഠത്തിൽ നിന്ന് വരുന്ന കന്യാസ്ത്രീകളായിരിക്കും. അവരെ പോലീസ് അങ്ങ് പറഞ്ഞു വിട്ടു. അതെ. അപ്പോ ഛത്തീസ്ഗഡ് പോലീസ് പറഞ്ഞു വിട്ടില്ല. പക്ഷേ ഒരു സാധനം മോഷണം നടത്തി അത് വാങ്ങാൻ വരുന്നവനും കുറ്റക്കാരനാണ്, വാങ്ങുന്നവനും കുറ്റക്കാരൻ. ഇവിടെ വാങ്ങാൻ വന്നവരെ നിങ്ങൾ കേസിൽ പെടണ്ട കേട്ടോ, പൊക്കോ എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും 29 ഹിന്ദു വാർത്ത, സ്വർണം കൊണ്ടുവരാനായിട്ട് കാത്തു നിൽക്കുന്ന ആളെ പിടിക്കില്ലേ? അതെ, 29-ാം തീയതിയിലെ ഹിന്ദു വാർത്ത 2 പേരെ അറസ്റ്റ് ചെയ്തു. ആ കേസ് തീർപ്പായി അവരെ വിട്ടയച്ചു. 30-ാം തീയതിയിലെ മനോരമ പത്രത്തിൽ കൊടുക്കാതെ ഓൺലൈനിൽ മാത്രം കൊടുത്ത വാർത്ത, 2 മഠങ്ങളിൽ നിന്ന് ആൾ വന്നു, പക്ഷെ അവർക്കെതിരെ കേരള പോലീസ് കേസെടുത്തില്ല. ഇതെല്ലാമാണ് സത്യം. മനുഷ്യക്കടത്ത് എന്ന പേരിൽ വ്യാപകമായി കുട്ടികളെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്നുണ്ട് എന്നും മനോരമ സമ്മതിക്കുന്നു. ആധാർ തിരുത്തിയാണ് കൊണ്ടുവരുന്നതെന്നും മനോരമ പറയുന്നു. അവരെ ഏറ്റുവാങ്ങാൻ മഠങ്ങളിൽ നിന്ന് ആളുകൾ വന്നു, പോലീസ് അവരെ രക്ഷപ്പെടുത്തിയെന്നും മനോരമ പറയുന്നു. ഇതാണ് മനസ്സിലാക്കുന്നത്. 2 കന്യാസ്ത്രീമാരെ അവിടെ അറസ്റ്റ് ചെയ്തു, 2 കന്യാസ്ത്രീമാരെ തൃശ്ശൂരിലും അറസ്റ്റ് ചെയ്തു. പക്ഷേ ഇരട്ടത്താപ്പ് കാണിക്കുന്നു സഭ. അത് ശരിയല്ല. ഇത് മാത്രമാണ് യേശു ഇത് അംഗീകരിക്കില്ല, യേശു ഇത് ക്ഷമിക്കുകയില്ല. ഇത് മാത്രമാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ നിലപാട് ഇതാണ്.
അല്ലാതെ നമ്മൾ ക്രൈസ്തവ വിരുദ്ധരായതുകൊണ്ടല്ല. ക്രൈസ്തവരും ഹിന്ദുക്കളും മുസ്ലിമുകളും ഈ രാജ്യത്തെ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. പിതാവേ, യേശുവിനെ ഞങ്ങൾ ആദരിക്കുന്നത് പോലെ നിങ്ങളും ആദരിക്കുക, ഇതാണ് പറയാനുള്ളത്. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.